ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് തയ്യൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തയ്യൽ മെഷീൻ രണ്ട് പാക്കായിട്ടാണ് വരിക. ഒന്ന് സ്റ്റാൻഡ് ടേബിൾ അടക്കമുള്ളതും മറ്റൊന്ന് ഹെഡ് ടാങ്ക് ആയിട്ടുള്ള ഒരു ബോക്സും. ഇപ്പോൾ നമ്മൾ പൊട്ടിച്ച് കാണുന്നത് സ്റ്റാൻഡും ടേബിളും കൂടെ വന്നിട്ടുള്ളതാണ്. അതിൽ സ്റ്റാൻഡിൻ്റെ രണ്ട് ലെഗും ഒരു നെയിം ബോർഡും പിന്നെ നമുക്ക് ചവിട്ടാനുള്ള ചെറിയ പെഡലും പിന്നെ അത് പിടിപ്പിക്കാനുള്ള ലെങ്ത് ആയിട്ടുള്ളൊരു പീസുമാണ് വരിക. പിന്നെ അതിൻ്റെ നെട്ടും ബോൾട്ട് കാര്യങ്ങൾ, അതുപോലെ ടേബിളും ഉണ്ടാവും. ആ ഡ്രോയ്ക്കകത്ത് വെച്ചിട്ടുള്ളതെല്ലാം ആ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള കേട്ടോ. ഡ്രോ ബോക്സിനകത്ത് വരുന്നത് അതിൻ്റെ നെട്ടും ബോൾട്ട്, സ്റ്റാൻഡിൻ്റെ 4 ബുഷ്, പിന്നെ ആ പെഡൽ പിടിപ്പിക്കാനുള്ള ക്ലാമ്പ്, പിന്നെ ഫിഗ്മെൻ്റ് റാഡ്, അതായത് ആക്സിലേറ്ററും പെഡലും കൂടെ പിടിപ്പിക്കാനുള്ളത്, അതിൻ്റെ സ്ക്രൂസൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുക, ആ വലിയ ഈ ക്ലാമ്പ് ഉണ്ടല്ലോ, അത് ആ ചെറിയ പെഡലിൽ നമ്മൾ ചവിട്ടുന്ന പെഡലിൽ പിടിപ്പിക്കുന്നതാണ്. 10ൻ്റെ സ്പാനറാണ് കേട്ടോ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. 10ൻ്റെ നെട്ടും ബോൾട്ടാണ് വരുന്നത്. അത് അതിൽ പിടിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇത് സ്റ്റാൻഡിൻ്റെ അടിവശത്ത് വരുന്ന പീസാണ്. അതിന് പിടിപ്പിക്കാനുള്ള ക്ലാമ്പ് അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആ ക്ലാമ്പ്. അതിനകത്ത് ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് പിടിപ്പിക്കുക. ആദ്യത്തെ ഹോളിലും പിന്നെ 4ാമത്തെ ഹോളിലുമായിട്ടാണ് അത് വരിക. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ആ ഒരു പോർഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ രണ്ട് ലെഗ് ഉണ്ടല്ലോ, രണ്ട് സൈഡിൽ വരുന്നത്, അതിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലാമ്പ് കൂടി ഇടണം. അതിലാണ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ അത് 14ൻ്റെ സ്പാനറാണ് അവിടെ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ആ ക്ലാമ്പ് നമ്മൾ ആ ഏറ്റവും പോർഷനിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഹോള് മാച്ചാവും. അത് വെച്ച് ടൈറ്റ് ചെയ്യാം. രണ്ട് സ്റ്റാൻഡും അതുപോലെ തന്നെ ചെയ്യാം. അതിൻ്റെ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം 14ൻ്റെ സ്പാനർ വെച്ചിട്ട്. പിന്നെ ആ ബുഷ്, സ്റ്റാൻഡിൻ്റെ അടിയിൽ വരുന്ന ബുഷാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും നോക്കിക്കഴിഞ്ഞാൽ. അത് 4 കോർണറിലായിട്ട് സ്റ്റാൻഡിൻ്റെ ഓരോ സ്റ്റാൻഡിലും ഈ 2 വീതം കറക്റ്റായിട്ട് പിടിപ്പിക്കുക. ഇത് മറ്റേ സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡും അതേപോലെ തന്നെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇത് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ചെയ്യുന്നത് ജാക്ക് എന്ന് എഴുതിയിട്ടുള്ള നെയിം ബോർഡ് പിടിപ്പിക്കുന്നതാണ്. നെയിം ബോർഡ് പിടിപ്പിക്കാൻ ആ 2 സ്റ്റാൻഡിലും ഈ 2 സ്ക്രൂ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സ്റ്റാൻഡ് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് നെയിം ബോർഡ് പിടിപ്പിക്കുക. നെയിം ബോർഡ് അതിൽ കറക്റ്റ് 4 സ്ക്രൂ ആണ്. അതും 14ൻ്റെ സ്പാനർ ഉപയോഗിച്ചാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് ആ 4 ഹോളിനകത്ത് ഇട്ടിട്ട് വേണം നമ്മൾ ടൈറ്റ് ചെയ്തെടുക്കാൻ. അത് ടൈറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാനുള്ളത്, നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത ആ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മൾ ചവിട്ടുന്ന പെഡൽ, അത് ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ആദ്യം ചെയ്ത പെഡൽ ഇതിൻ്റെ മുകളിൽ വെച്ച് ടൈറ്റ് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് ഫുൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. സ്ക്രൂ മെഷീൻ വെച്ച് ടൈറ്റ് ചെയ്യണ്ട കേട്ടോ. കാരണം സ്പാനർ ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫുൾ ടൈറ്റ് കിട്ടുക. ഇതിങ്ങനെ വയ്ക്കുക. ഇപ്പോൾ നമ്മൾ തിരിച്ചാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ ജാക്ക് എന്നുള്ളത് തിരിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ മുകളിൽ നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്ത ആ പോർഷൻ കയറ്റി വയ്ക്കുന്നത്. ഇത് കണ്ടോ, അത് വയ്ക്കുമ്പോൾ തിരിഞ്ഞു പോകരുത് കേട്ടോ. അതിൻ്റെ സ്റ്റാൻഡിൻ്റെ ആ നെയിം ബോർഡിൻ്റെ ഭാഗത്തേക്ക് വേണം നമ്മൾ പിടിപ്പിച്ച ക്ലാമ്പ് നിൽക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ടേബിളിൽ വെച്ച് അടിക്കുമ്പോൾ നമുക്ക് ആക്സിലേറ്റർ പിടിപ്പിക്കുമ്പോൾ കറക്റ്റ് ആവില്ല. അതിനും ഇതുപോലൊരു ക്ലാമ്പ് വന്നിട്ടുണ്ട്. അത് അതിൻ്റെ അടിവശത്ത് വെച്ച് കൊടുത്തിട്ട് വൃത്തിയായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. ഒരു 3 വിരലിൻ്റെ ഗ്യാപ്പ് മതി കേട്ടോ. ആ ബുഷൊന്ന് ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറ്റി വയ്ക്കുമ്പോൾ ഒരു ഇച്ചിരി കയറിപ്പോയാലും കുഴപ്പമില്ല. ഒരുപാട് പുറകിലേക്ക് പോകാതെ ശ്രദ്ധിച്ചാൽ മതി. അത് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡിൻ്റെ വർക്ക് കംപ്ലീറ്റായി. കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. എല്ലാ ബോൾട്ടുകളും കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡിൻ്റെ വർക്ക് കംപ്ലീറ്റായി. ഇത് ഇത്ര സ്ലോ ആയി കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇനിയാണ് നമ്മൾ ടേബിളിൽ സ്റ്റാൻഡും അടിക്കണം, നമ്മുടെ ഡ്രോ ബോക്സിൻ്റെ ചാനലും അടിക്കണം, പിന്നെ ആക്സിലേറ്ററും അടിക്കണം. വേറെ മോട്ടറോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. മോട്ടറൊക്കെ മെഷീനിൽ തന്നെ ഇൻബിൽട്ടായിട്ട് വരുന്നതാണ്. ഇതാണ് ജാക്കിൻ്റെ ടേബിളിൻ്റെ അടിവശമാണ് നിങ്ങൾ കാണുന്നത്. ആ ചെറിയ ചാനൽ വന്നിട്ടുണ്ട്. ആ ചാനലിൽ ഇപ്പോഴൊക്കെ എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാം. കാരണം ടേബിളിൽ തന്നെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അത് എവിടെ അടിക്കണം എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് സ്ലൈഡ് ചെയ്ത് അതിലൂടെ വെച്ച് കൊടുക്കുക.
വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ ചാനൽ അതിൻ്റെ മറുവശത്തായിട്ട് വെച്ച് നല്ലപോലെ ടൈറ്റായിരിക്കുന്ന ലെവലിൽ വെച്ചിട്ട് സ്ക്രൂ 3 സ്ക്രൂ വരും. ആ 3 സ്ക്രൂവും കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റാൻഡ് അടിക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാൻഡ് അടിച്ചിട്ടും ഇത് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാൻഡിൻ്റെ 4 സ്ക്രൂ എടുത്ത് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡ് കയറ്റി വെച്ചിട്ട് സ്റ്റാൻഡിൻ്റെ 4 സ്ക്രൂവും ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡിൻ്റെ 4 സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 8ൻ്റെ സ്പാനർ വെച്ചിട്ടും ടൈറ്റ് ചെയ്യാം, സ്ക്രൂ മെഷീൻ വെച്ചിട്ടും ടൈറ്റ് ചെയ്യാം. സ്ക്രൂ മെഷീൻ വെച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതിന് ശേഷമാണ് നമുക്ക് ആക്സിലേറ്ററിൻ്റെ ഇത് വരുന്നത് ഹെഡിൻ്റെ ബോക്സിലാട്ടോ. ഹെഡിൻ്റെ ബോക്സ് തുറന്നാലാണ് നമുക്ക് ആക്സിലേറ്ററും അത് പിടിപ്പിക്കാനുള്ള ആ ഒരു ഫിഗ്മെൻ്റ് റാഡ് എന്ന് പറയുക, ആ ഒരു കമ്പി ലെങ്ത്തുള്ളൊരു പീസും കിട്ടും. അപ്പോൾ അതും കൂടെ നമ്മളിതിൽ ടേബിളിൽ അടിവശത്ത് അടിച്ച് കഴിഞ്ഞ് ആക്സിലേറ്ററും നമ്മുടെ പെഡലും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡിൻ്റെയും ടേബിളിൻ്റെയും വർക്ക് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമുക്കിതിൽ വരുന്ന വർക്ക്. വലിയ രീതിയിലുള്ള പണിയൊന്നുമില്ല സ്റ്റാൻഡ് സെറ്റ് ചെയ്തെടുക്കാൻ. ഇത് ഇത്രയും സ്ലോ ആക്കിയത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വരുന്ന ടേബിളിലൊക്കെ ഇതുപോലെ എവിടെ അടിക്കണം എന്നുള്ളത് വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടേബിൾ എന്നാ ഉണ്ടാക്കിയതെന്ന് വരെ അതിൽ ഡേറ്റ് നോട്ടിഫൈ ചെയ്തിട്ടാണ് വരുന്നത്. കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക 4 സ്ക്രൂസും. അതിനുശേഷം ആക്സിലേറ്റർ ഞാൻ പറഞ്ഞു ഹെഡിൻ്റെ ബോക്സിനകത്താണ് വരിക. മൊത്തം 2 ബോക്സേ ഉള്ളൂ. ഈ ഹെഡിൻ്റെ ബോക്സ് പൊട്ടിച്ചാൽ അതിനകത്തൊരു അക്സസറീസ് ബോക്സ് ഉണ്ട്. അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൽ ത്രെഡ് സ്റ്റാൻഡ്, നീ ലിഫ്റ്റർ, ഓയിൽ, കാറ്റലോഗ് ഈ വക സാധനങ്ങളെല്ലാം ഉണ്ടാവും. ഈ കാണുന്നതെല്ലാം ഹെഡിൻ്റെ അക്സസറീസ് ബോക്സിൽ നിന്ന് എടുത്താട്ടോ. ഒരു 3 സ്ക്രൂ ഡ്രൈവറും ഉണ്ടാവും, ഒരു പാക്കറ്റ് നീഡിലും എക്സ്ട്രാ ഒരു ബോബിനും ഉണ്ടാവും. ഇതിൽ നമുക്ക് ഇനി ചെയ്യേണ്ടത് ആ കാണുന്ന ഭാഗത്തുനിന്ന് ഇതിലും ഒരു ചെറിയൊരു ഇതുണ്ട്. ആ പോർഷനിൽ നമുക്ക് അത് വെച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം ആ പെഡൽ എവിടെയാണോ നിൽക്കുന്നത് അതേ ഭാഗത്ത് തന്നെ ആക്സിലേറ്റർ പിടിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിരിക്കും. പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് നോക്കിയാലും നല്ല വൃത്തിയായിരിക്കും കാണാൻ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ തിരിച്ച് വയ്ക്കാം. ടേബിളിലെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു 6 ബുഷ് ഉണ്ടാവും. 6 ബുഷിലെ 2 ബുഷ് നമ്മൾ ആ വലിയ ബുഷ് ആ സ്പേസിൽ നമുക്ക് ആ ബുഷ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എവിടെയാണ് വരിക എന്നുള്ളത്. അതിലെ 2 ബുഷ് നമ്മൾ ആ പോർഷനിൽ വയ്ക്കുന്നു. ബാക്കിയുള്ള 4 ബുഷ് ഇപ്പോൾ കണ്ടോ ഈ രീതിയിലാണ്. പക്ഷേ ആ 4 ബുഷ് ടാങ്കിൽ വെച്ചതിന് ശേഷം ടാങ്കാണ് നമ്മൾ ടേബിളിലോട്ട് ഇറക്കി വയ്ക്കുന്നത്. അങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം വർക്ക് തീരും. ഒന്ന് കറക്റ്റായിട്ട് കാണാനും മനസ്സിലാവാൻ വേണ്ടിയാണ് അത് ഇത്ര സ്ലോ ആക്കിയത്. ഈ ഒരു മാഗ്നറ്റും കുറച്ച് ആണി അതിൽ വരും. ആണി അതിങ്ങനെ ബുഷ് അടിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മാഗ്നറ്റ് ടാങ്കിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നീഡലും കാര്യങ്ങളൊക്കെ പൊട്ടി അതിൽ വീണാൽ അത് നമ്മുടെ ഫിൽറ്ററിലൊന്നും ഓയിൽ പമ്പിലൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടാങ്കിനകത്ത് മാഗ്നറ്റ് ഇടുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ടാങ്ക്. ആ ടാങ്കിലെ ബ്ലാക്ക് സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ റിമൂവ് ചെയ്യാനുള്ള സ്ക്രൂ ആണ് കേട്ടോ. പിന്നെ അവിടെ കാണുന്ന ആ ചെറിയൊരു ഹോളിനകത്ത് ഓയിൽ ടാങ്ക് അംബ്രല്ല എന്നൊക്കെ പറയും. അതാണ് നീ ലിഫ്റ്റർ, പ്രഷർ ഫുഡ് പൊക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇടുന്ന പാർട്സ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും പ്രഷർ ഫുഡ് പൊങ്ങുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സാധനം ഡാമേജ് ആയിട്ടുണ്ടോ നോക്കുക. അത് ആ പൊസിഷനിൽ മാഗ്നറ്റ് വെച്ച് കൊടുക്കുക. കാരണം അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഓയിൽ പമ്പ് വരിക. അത് അതിനോട്ട് താഴോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ടൈറ്റായി ഇരുന്നോളും. ഈ കാണുന്ന ഒരു പീസ് ആ ക്ലാമ്പും അതിനകത്ത് വരുന്നതാണ്. അതിനകത്ത് നമുക്ക് നീ ലിഫ്റ്റർ ഈ സാധനം അതിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് കഴിഞ്ഞു. പിന്നെ ഈ ത്രെഡ് സ്റ്റാൻഡ് കൂടെ ചെയ്താൽ മതി. ത്രെഡ് സ്റ്റാൻഡ് ചെയ്യാൻ നമുക്കൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറും ഒരു 8ൻ്റെ സ്പാനറും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഈ കാണുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ. കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന ആ ക്ലാമ്പെല്ലാം ജോയിൻ ചെയ്ത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇത്രയും സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഹെഡ് പൊക്കിയിട്ട് ആ 2 ക്ലാമ്പ് ഉണ്ടാവും. ആ ക്ലാമ്പും കൂടെ വെച്ചിട്ട് ആ ബുഷിലോട്ട് ഇറക്കി വെച്ചാൽ ഓയിൽ ഒഴിച്ചാൽ നമുക്ക് മെഷീൻ അടിക്കാം. അപ്പോൾ വളരെ ഈസിയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഫുള്ളായി കണ്ടവർ വളരെ കുറവായിരിക്കും എന്ന് എനിക്കറിയാം. അങ്ങനെ ഫുള്ളായി കണ്ടവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്